ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ ഒരു മോക്ക സ്പോഞ്ച് കേക്ക് റെഡിയാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോഫി മിക്സ് റെഡിയാക്കണം. അതിനുവേണ്ടി 1/3 കപ്പ് പാല് ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പാലെടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്ലഫി ആയി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ലാസ്റ്റായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഫി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പാറ്റുല വെച്ച് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതായിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് ഇപ്പോൾ തന്നെ. നമ്മൾ കോഫിയും അതുപോലെ തന്നെ കൊക്കോ പൗഡറൊക്കെ ചേർത്തേക്കണോണ്ട് തന്നെ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റോപ്പിൽ പഴയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ ടിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 35 മുതൽ 40 മിനിറ്റിൽ നമുക്കിത് ഫുള്ളായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ കറക്റ്റ് 40 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഫുള്ളായി ബേക്കാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 35 മിനിറ്റ് ആയപ്പോഴേക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് വിടിയിച്ച് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മോക്ക സ്പോഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മോക്ക സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റും ക്രീമൊക്കെ ചേർത്ത് ക്രീം കേക്കാക്കി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു സ്പോഞ്ച് കൂടിയാണ് ഈ കേക്ക്. പിന്നെ ഈ കേക്ക് ഇതേപോലെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.